അപ്പോൾ നമ്മൾ ഓണപ്പൂക്കൾ ഇടുകയാണ്. ഇനി ഒരെണ്ണം കൂടി ഉണ്ട് ഇതേപോലെ നമുക്ക് പൂക്കൾ ഇടാന്. പണ്ട് കാലത്ത് അച്ചാച്ചൻ പൂക്കൾ ഇടുന്നുണ്ടോ? അച്ചാച്ചന് പണ്ട് പൂക്കള് അച്ചാച്ചന്റെ അച്ഛൻ വാങ്ങി തരുന്നുണ്ടോ? ഇല്ല, അന്ന് വാങ്ങലില്ല. അന്ന് തൊടിയിൽ പോയിട്ട് പൂവ് പറിച്ച് കൊണ്ടുവരിക. കാട്ടിലൊക്കെ പോയി പൂവെല്ലാം പറിച്ച് കൊണ്ടുവന്നിട്ടാണ് പോകുന്നത് എല്ലാ ദിവസവും. ഇന്നത്തെ പോലെ അങ്ങാടിയിൽ നിന്ന് വാങ്ങുന്ന പൂക്കളല്ല. തിരുവോണ ദിവസം വലിയ പൂക്കളുണ്ടാവും. പൂവിന്റെ പുറമെ വേറെ കുറെ ഇലകളും ഒക്കെ വെട്ടി മുറിച്ചിട്ട് നല്ല രസം ഉണ്ടാവുന്നതാണ്. അത് പല സ്ഥലത്തും കാട്ടിൽ ഒക്കെ പോകും. പിന്നെ കാക്കപ്പൂ എന്നാണ് പോകുന്നത്. പൂക്കൊട്ടകളുണ്ട്. പൂവിൻ ഈ ഓല കൊണ്ട് പൂവ് ഇടാനുള്ള കൊട്ട മതി. ഇത് ആ കൊട്ടയിൽ തൊത്തി പിടിച്ചിട്ട് ഇതാ 2-3 പൂക്കൊട്ട ഉണ്ടാവും. ഇതാണ് കാക്കപ്പൂവ്. തുമ്പപ്പൂവാ പ്രധാനം. ഇങ്ങനത്തെ ധാരാളം പൂക്കൾ. അരിപ്പൂ, അരിപ്പൂ എന്നാണ് പോകുന്നത്. അതിപ്പോൾ ഇവിടെ ഇല്ല. അന്നൊക്കെ അരിപ്പൂ ധാരാളം വേലി കെട്ടാൻ ഉപയോഗിക്കുന്ന ചെടി ഉണ്ടായിരുന്നു. അതിൻ്റെ അരിപ്പൂ നോക്കാം. ഇതെല്ലാം പറിച്ചിട്ട് ഫുള്ളായിട്ട് നന്നായിട്ട് കൂടും. അതായത് ഒരു സ്ഥലത്തിൻ്റെ അതിര് നിർണ്ണയിക്കുന്ന സാധനം വേലി. അത് കുറ്റി മേടിയിട്ട് ഈ വേലി മുള്ളുള്ള സാധനം കൊണ്ട് കിട്ടും. അപ്പോൾ ഇപ്പോൾ ഇന്ന് വേലിയില്ല, മതിലുകളാണ്. വേലിക്കെട്ടുകളൊക്കെ പോയിട്ട് മതിൽക്കെട്ടുകളാക്കി മാറി. അങ്ങനെ ഈ പറിച്ചു കൊണ്ടുവരുന്ന പൂ ഒഴിവാക്കിയിട്ട് അങ്ങനെ വന്ന പൂക്കളായി. അങ്ങനെ ചില കാലത്ത് പ്ലാസ്റ്റിക് പൂക്കളും ഉപയോഗിക്കും. പിന്നെ എന്താ ഇടാണ്ടെന്ത്? അച്ഛമ്മ കൊട്ട മടയോ പൂ പറിക്കുന്ന കൊട്ടയുണ്ട്. ആ കൊട്ട മടന്നിട്ട് വല്യമ്മ മടഞ്ഞു വരും. അച്ഛമ്മേൻ്റെ അമ്മേൻ്റെ അമ്മ. എന്നിട്ട് അതും കൊണ്ട് സ്കൂൾ വിട്ട് വന്നിട്ട് മലയിലെല്ലാം കയറും. എന്നിട്ട് അച്ഛമ്മ തുമ്പപ്പൂവ കൂടുതൽ പറിക്കുക. എന്നിട്ട് തുമ്പപ്പൂ കൊണ്ട് കളമ്പായിരിക്കും. എന്നിട്ട് അതിൻ്റെ മൂടൊക്കെ വേലിയേരി വയനാട് വിളിച്ച് ഇതെല്ലാം പറിച്ചിട്ട് ചെക്കി. പിന്നെ വയലിൽ പോയിട്ട് കാക്കപ്പൂവ്, പിന്നെ തേക്കിൻ്റെ തിരലുണ്ട്, അത് പറിച്ച് കൊണ്ടുപോയിട്ട് അത് വിടും. അങ്ങനെ വാങ്ങുമൊന്നുമില്ല പൂവ്. നമ്മൾ വീട്ടിൽ നിന്ന് പറിച്ചിട്ട് വളത്തിലെല്ലാം പോയി പറിച്ചിട്ട് പൂവിടുക. നല്ല രസത്തിലിടും. അന്ന് ഓല വീടായിരുന്നു. അന്നേരം ചാണമെല്ലാം തേച്ചിട്ട് കോലയൊക്കെ ചാണകം തേക്കണം. എന്നിട്ട് അന്നേരം മുറ്റത്ത് തറയെല്ലാം കെട്ടി തറക്കി ചാണമെല്ലാം തേച്ച് നല്ല തറയെല്ലാം കെട്ടി എന്നിട്ട് പന്തലിടും. നനയുന്നതിന് മഴയത്ത് നനയുമല്ലോ. എന്നിട്ട് കുട വെക്കും. എന്നിട്ട് തറ നനയുന്നതിന് കുടയെല്ലാം വെച്ചിട്ട് എന്നിട്ട് പൂ പറിക്കാൻ പോകും. കൊട്ടയെല്ലാം ഉണ്ടാക്കി മലയിൽ പോവും. മലയിൽ പോയിട്ട് കുറേ കുട്ടികൾ പോവും. എന്നിട്ട് പൂവേ വലിയും പറഞ്ഞ് പാട്ടെല്ലാം പാടിയിട്ടാണ് പൂ പറിക്കുക. കുറേ പൂവിന് മത്സരമായിരിക്കും. പാഞ്ഞിട്ട് പറിക്കണം. എല്ലാവരും ഉണ്ടല്ലോ, കുറേ ആളുണ്ടല്ലേ. അന്നൊക്കെ എല്ലാവരും പൂ വാങ്ങിയിടില്ല. എല്ലാവരും പൂ പറിച്ചിട്ടിടുക. എന്നിട്ട് വയലുണ്ട് ഒരു ജാതി വരിയില്ല സാധനം. എന്നിട്ട് അതെല്ലാം വയൽ വെള്ളത്തിൽ വന്ന് പറിക്കും. കാക്കപ്പൂവ് നല്ലൊരു വരിപ്പൂവുണ്ട് വയൽ. അതെല്ലാം പറിച്ചിട്ട് അത് മാത്രമേ ഇടൂ. എന്നിട്ട് ചെമ്പരത്തിപ്പൂ ഓരോ ദിവസം ഓരോരോ കൊടയാണ്. പൂവിൻ്റെ കൊട നീർക്കിണിമിൽ ചെമ്പരത്തിപ്പൂ ഓരോന്നോരോന്ന് ഒരു പൂവേ ഇടും. ഒറ്റ കളർ പൂവ് ആദ്യത്തെ ദിവസം ഇടുക, പിന്നെ 2, പിന്നെ 3, അങ്ങനെ 10 ദിവസം 10 തരം പൂവ്. അങ്ങനെ ഓരോ ദിവസം ചെമ്പരത്തിപ്പൂ എടുത്തുകൊണ്ട് പോയിട്ട് ഈർക്കിണി വെച്ചിട്ട് അങ്ങനെ ഓരോ ദിവസം ചെമ്പരത്തിപ്പൂ ഇങ്ങനെ കുത്തി വെക്കുക. അങ്ങനെ ലാസ്റ്റ് 10 ചെമ്പരത്തീൻ്റെ കുട. ഇത് കണ്ടോ, എൻ്റെ ചെമ്പരത്തി വേറെ ജാതി. എന്നിട്ട് ഇമ്മേൻ്റെ ഈർക്കിണി കുത്തണം. ഈർക്കിണി എടുക്കട്ടെ. ഇതാണ് തൃക്കാക്കരപ്പൻ്റെ മേലെ വെച്ച് കൊടുക്കുക. ഓരോരോ ദിവസം ഓരോരോ കുട ഉണ്ടോ. ഇങ്ങനത്തെ 10 കുട ഉണ്ടോ. ഇങ്ങനെ ഈർക്കിണി കുത്തിയിട്ട് ഈ ചെമ്പരത്തി കൊണ്ടുവന്നിട്ട് ഇതുണ്ട ഓരോരോ ദിവസം ഓരോരോ കുട. ലാസ്റ്റ് തോണത്തിന് തിരുവോണത്തിന് 10 കുട വെച്ച് കൊടുക്കുക. ഉണ്ടോ. ഇങ്ങനെയാണ് വെച്ച് കൊടുക്കുക. എടുത്തേണ്ടി വെക്കും. എന്നിട്ട് മുറ്റത്ത് കൊലാലല്ല മുറ്റത്ത് വെച്ച് കൊടുക്കും. അവിടെ മുറ്റത്ത് തറ കെട്ടിയിട്ട് ടൈമിൽ തൃക്കാക്കര നല്ല രസമുണ്ടാവും. കണ്ണെല്ലുണ്ടാവും, കണ്ണും മൂക്കും വായലുണ്ടാവും. അത് വരുന്ന
പിന്നെ ഞങ്ങൾ ഓണേശ്വരൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു. ചിലർ ഓണേശ്വരനെന്നും ഓണപ്പൊട്ടെന്നും വിളിക്കാറുണ്ട്. നിങ്ങൾ എന്താ പറയാന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമ്മൾ പൂക്കളൊക്കെ ഇട്ട് ഇനി ഓണേശ്വരം വന്ന് ഇനി നമ്മൾ ഉച്ചയ്ക്ക് സദ്യയൊക്കെ കഴിച്ച് കളികളില്ലേ, കളികളൊക്കെ കളിച്ച് അങ്ങനെ. നിങ്ങളെ വീട്ടിൽ നിങ്ങളെ നാട്ടിൽ എങ്ങനെയാ ഓണം വെക്കുന്നത് എന്നോട് പറയണേ.